ഡാളസ് ക്നാനായ കാത്തലിക് അസോസിയേഷൻ അവതരിപ്പിക്കുന്നു നിഴലും നിലാവും. രചന, സംവിധാനം, നിർമ്മാണ നിർവഹണം സാബു തടത്തിൽ. മ്യൂസിക് ആൻഡ് സൗണ്ട് എഞ്ചിനീയറിംഗ് ഷോൺ തോപ്പറത്ത്. ഡാൻസ് കൊറിയോഗ്രാഫി മിതു ബേബി. ഡാൻസ് കോർഡിനേറ്റേഴ്സ് തുഷാര മുപ്രാപ്പള്ളി, റാണി കുഴിക്കാട്ടിൽ, നിമ്മി കൊടുവന്തറ ആൻഡ് ജയ മച്ചാനിക്കൽ. സ്റ്റേജ് കോർഡിനേറ്റർ പിങ്കി ചക്കങ്കൽ. നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു നിഴലും നിലാവും. തോമസ് ത്രേസ്യ ദമ്പതികൾ 1000-ലധികം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട ധന്യ ജീവിതമാണ് ഇവരുടേത്. വളരെ ചെറുപ്പകാലത്ത് മലബാറിലേക്ക് കുടിയേറി കാടും മലയും മനക്കരുത്തുകൊണ്ട് കീഴടക്കി ജീവിതത്തിന്റെ 80 വർഷങ്ങൾ പിന്നിട്ട് ഇന്നും തങ്ങളുടെ കർമ്മപഥങ്ങളിൽ സജീവമായി തുടരുന്നു. ഇവരുടെ കൈകളിലെ ചുളിവുകൾ വെറും പ്രായത്തിന്റെ അടയാളങ്ങൾ മാത്രമല്ല, ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥകൾ എഴുതിയ രേഖകളാണ്. ഉരുൾപൊട്ടലുകൾ, പ്രളയം, വന്യജീവി ആക്രമണം, സർക്കാർ അവഗണന ഒന്നും അവരെ തളർത്തിയില്ല. മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിച്ചും ലഹരികളോട് നോ പറഞ്ഞും ജീവിച്ചാൽ പ്രായം ഒരു സംഖ്യ മാത്രമാണ് എന്ന് തെളിയിക്കുന്ന സന്ദേശം. പാരമ്പര്യവും വിശ്വാസവും ജീവാത്മാവായി കരുതി അധ്വാനത്തിന്റെ വിയർപ്പ് കൊണ്ട് ജീവിതം പടുത്തുയർത്തിയ ഇവർ ഒരു കുടുംബത്തിന്റെ മാത്രം സന്തോഷമല്ല, ഒരു സമുദായത്തിന്റെയും നാടിന്റെയും അഭിമാനമാണ്, നിഴലും നിലാവുമാണ്. തോമസ് കൊച്ചുത്രേസ്യ ദമ്പതികളുടെ 50ാം വിവാഹ വാർഷിക ആഘോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തോമാച്ചായൻ്റെയും അമ്മച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ ഇടവകയുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ള പ്രാർത്ഥനയും ഹൃദയമായ ആശംസകളും നേരുന്നു. ഇവരുടെ വിശ്വാസവും ത്യാഗപൂർണമായ സേവനവും വരും തലമുറകൾക്ക് മാതൃകാപരമാണ്. ഇനിയും ഇവരുടെ ധന്യജീവിതം കാലങ്ങളോളം തുടരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. Hey, good evening family and friends. I am Jason, the grandchild of Appachan and Ammachi. Today we are celebrating the 50th wedding anniversary of our Appachan and Ammachi. Let's start off the celebration with an amazing performance by the grandkids. Takra 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 dim takra 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 dim tagajam
that was an awesome performance. Thank you guys. ഈ സന്തോഷ അവസരത്തിൽ എനിക്കും ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ എനിക്കിഷ്ടമാണ്. എനിക്കവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഓഹോ, ഇതായിരുന്നോ? അതിനെന്താ, ഇതൊരു നല്ല കാര്യമല്ലേ, നമുക്കങ്ങ് നടത്താമല്ലോ. എന്താണ് അവന്റെ ഉദ്ദേശം എന്ന് എനിക്കറിയാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് സമ്മതിക്കില്ല. കാത്തലിക് ആണെങ്കിലും അവൾ ക്നാനായക്കാരിയല്ലോ. അച്ചായ, കാലം മാറിയില്ലേ? അവനൊരു പെണ്ണിനെ ഇഷ്ടമായി, അതവൻ തുറന്നു പറഞ്ഞു. കാലം മാറിയാൽ രക്തം മാറുമോ? പാരമ്പര്യം കളഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ബാക്കിയുള്ളത്? ഇതിപ്പോ ചാച്ചനും അമ്മച്ചിയും പെണ്ണ് ക്നാനായക്കാരിയല്ലെന്ന് അറിഞ്ഞാൽ ഷോ, എന്ത് കുരുത്തക്കേടാ നിന്റെ മകൻ കാണിച്ചിരിക്കുന്നത്. എന്റെ മോനോ? നിങ്ങളല്ലേ അവന്റെ അപ്പൻ, ഇനി അതും സംശയമാണോ? ആലീസ, നീ പുരാണം പറയാതെ പരിഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഇപ്പൊ പരിഹാരം അന്വേഷിച്ചിട്ട് കാര്യമില്ല. മക്കൾ വളരുന്നത് അപ്പൻ അറിയണം. അതെങ്ങനെ? നിങ്ങൾക്ക് പേരും പ്രശസ്തിയും മതിയല്ലോ. ഏത് നേരവും സമുദായകാര്യവും നോക്കി ഓരോ പൊസിഷന് പുറകെ പോകുമ്പോൾ സ്വന്തം മോൻ്റെ കാര്യമെങ്കിലും അപ്പൻ അന്വേഷിക്കണമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരാ നിങ്ങളുടെ സമുദായ സ്നേഹം പറഞ്ഞു തന്നാൽ അവർ സ്വന്തം കാര്യം നോക്കി പോകും. എടി, നിനക്കറിയാവോ, അടുത്ത പ്രസിഡന്റ് ആകാൻ എന്നെ എല്ലാവരും നിർബന്ധിച്ചോണ്ടിരിക്കുക. ഷോ, ഈ സമയത്ത് സ്വന്തം മക്കൾ മാറിക്കെട്ടിന്ന് അറിഞ്ഞ. ഓ പിന്നെ, നിങ്ങളെ ആര് നിർബന്ധിച്ചു? തന്നെത്താൻ നിർബന്ധിച്ച് കാണും. ഇനി പ്രസിഡന്റ് ആയ എല്ലാം അങ്ങ് ശരിയാക്കും. ഓരോ പൊസിഷൻ കിട്ടുന്നത് വരെ അയ്യോ, എല്ലാവർക്കും എന്തോ ഒരു സമുദായ സ്നേഹം. അത് കഴിഞ്ഞാലോ നിങ്ങളൊക്കെ അച്ഛന്മാരുടെയും മെത്രാന്മാരുടെയും അരമന കയറി ഇറങ്ങും. എൻ്റെ ആലീസ, നീ പൊടിക്കൊന്ന് അടങ്ങ്. മറ്റുള്ളവർ കേൾക്കും. ഇതിന്റെ പേര് കുടുംബം ഇല്ലാതാവുമെന്നാ എൻ്റെ പേടി. മോനെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇതുവരെ ആരും മാറിക്കിട്ടിയിട്ടില്ല. ഒരിക്കൽ പോയാൽ പിന്നെ ഒരു തിരിച്ചുവരവ് നിനക്ക് സാധ്യമല്ല. നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ അതിൻ്റെ വില നിനക്ക് മനസ്സിലാവൂ. പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കാം. ഇത് വ്യക്തിപരമായ കാര്യമല്ല, ഇത് കുടുംബത്തിന്റെ കാര്യമാണ്. നമ്മൾ ആരാണെന്ന് നമ്മൾ തന്നെ മറക്കാൻ പാടില്ല. മോനെ ജെയ്സ, പപ്പായും ചാക്കോച്ചായനും ഒക്കെ പറയുന്നതിലും കാര്യമുണ്ട്. നമ്മുടെ കുടുംബത്തിലെ അവസാനത്തെ ആൺതിരി നീ മാത്രമാണ്. നിന്നിലൂടെ വേണം ഈ കുടുംബം നിലനിൽക്കുവാൻ. അത് വേറിട്ട് പോവരുത്. മോനെ, കഴിഞ്ഞ 50 വർഷങ്ങൾ ഞങ്ങൾ ചേർന്ന് നിൽക്കുവാൻ കാരണം പരസ്പര സ്നേഹവും വിശ്വാസവും പൂർവികർ പകർന്നു നൽകിയ ചിട്ടകളുമാണ്. നമ്മുടെ സമുദായം നിലനിൽക്കണമെന്നത് സാക്ഷ്യത്തിനാണ്. ഈ മണ്ണിൽ, ഈ ലോകത്ത് നമ്മൾ ഇങ്ങനെ ജീവിച്ചു എന്ന് പറയാം. പപ്പ, ഈ പാരമ്പര്യം വിശ്വാസവും ഭയപ്പെടുത്തി നേടേണ്ടതല്ല. മക്കളെ ജെയ്സ, നിനക്കൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. അത് നീ വീട്ടിൽ പറഞ്ഞു. അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ അപ്പച്ചൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അബ്രഹാമിന്റെ കാലം മുതലുള്ള വംശാവലിയിൽ എൻഡോഗമി പാലിച്ചു പോരുന്ന ലോകത്തിൽ ഒറ്റ സമുദായം മാത്രമേ ഉള്ളൂ, നമ്മൾ മാത്രം. യഹൂദ നസ്രാണി ക്നാനായക്കാർ. ഈ അബ്രഹാം തന്റെ മകൻ ഇസഹാക്കിനെ സ്വന്തം ജനത്തിൽ നിന്ന് വധുവിനെ തിരഞ്ഞെടുക്കണമെന്ന് വൃത്തിനെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നുണ്ട്. എൻ്റെ വംശത്തിൽ നിന്ന് മാത്രമേ എൻ്റെ മകനെ തിരഞ്ഞെടുക്കാവൂ. എബ്രഹാം ഒരു ഉപദേശമാണ് കൊടുത്തത്. എന്നാൽ മോശയുടെ കാലമായപ്പോൾ അതൊരു നിയമമായി മാറി. പ്രവാചകരുടെ കാലമായപ്പോൾ അത് മരണശിക്ഷ യോഗ്യമായ ഒരു കുറ്റവുമായി മാറി. വംശ നിലനിൽപ്പിന് വേണ്ടി യഹോവയായ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ജനമായി നമ്മളെ മാറ്റിയതാണ്. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. ഹൈക്കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സ്നേഹം കുറ്റമല്ലെന്നും മനുഷ്യന്റെ തിരഞ്ഞെടുപ്പിനെ ശിക്ഷിക്കരുതെന്നും.
അവൻ ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കട്ടെ. തലമുറ മാറിയില്ലേ പീത്രച്ചായ? തന്നെയുമല്ല, സമുദായം മാറി വിവാഹം കഴിക്കുന്നവരെ പള്ളിയിൽ നിന്നും പുറത്താക്കുന്നത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുക. ഇതൊരു ഡിസ്ക്രിമിനേഷനായിട്ടാണ് കോടതി കരുതുന്നത്. ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാവരും ഒരേപോലെയാണെന്നാണ് കോടതിയുടെ നിരീക്ഷണം. പാരമ്പര്യം എന്നത് ഒരു ഉരുക്ക് ചങ്ങലയല്ല. എത്ര നാളാണ് ഈ ചിന്തയിൽ തന്നെ പോകുന്നത്? കോടതി വിധി എല്ലാവരും അംഗീകരിച്ചല്ലേ പറ്റൂ. അച്ചോ, എങ്ങനെ ഒരു കോടതി വിധി എങ്ങനെ ഉണ്ടായി എന്ന് എല്ലാവർക്കും അറിയാം. ഈ വിധി നമ്മൾ ഇരന്നു വാങ്ങിയതല്ലേ. ഹൈക്കോടതിക്ക് മുകളിൽ സുപ്രീം കോടതിയില്ലേ? മരണം വരെ പോരാടണം. നിലനിൽപ്പിനായി പൊരുതുന്ന ഒരു സമൂഹവും നിയമവും തമ്മിലുള്ള യുദ്ധം. ഇവിടെ സഭയും സമുദായവും പരസ്പരം കലഹിച്ച് നിസ്സഹായരായി നോക്കി നിൽക്കുകയല്ല വേണ്ടത്. സ്വാർത്ഥ താല്പര്യങ്ങൾ മാറ്റിവെച്ച് ഒരേ മനസ്സോടെ ഈ ധർമ്മസമരത്തിൽ അണിചേരണം. ഇല്ലെങ്കിൽ വരും തലമുറ നിങ്ങളുടെ കവിളിൽ തട്ടി സമുദായ വഞ്ചകരെന്ന് വിളിക്കും. ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിൽ പോലും കാണില്ല നിങ്ങൾ, അതാരായാലും. അച്ചായ, കൊച്ചേ, നീ അകത്ത് പോ. കാലം ആവശ്യപ്പെടുന്ന ഈ ദൗത്യം നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ മണ്ണിനോടും മലമ്പാമ്പിനോടും മല്ലടിച്ച് കരുത്താർജിച്ച നിങ്ങൾ എഴുത്തള്ളിയ പഴയ തലമുറയും ഇറങ്ങും. മരണം വരെ പോരാടും. പിന്നെ കളി മാറും. ഓർത്താൽ നല്ലത് എല്ലാവർക്കും. അച്ചായ, അച്ഛനോട് ഇത്രയും കടുപ്പത്തിൽ സംസാരിക്കാൻ പാടില്ലായിരുന്നു. അച്ഛന് വിഷമമായി കാണും. 50 വർഷങ്ങൾ നമ്മൾ ഒരുമിച്ച് പട്ടിണി കിടന്നും എല്ലുമുറിയെ പണിയെടുത്തും വിശ്വാസവും പാരമ്പര്യവും മുറുകെ പിടിച്ചു ഇതുവരെ എത്തിച്ചു. പക്ഷേ നമ്മുടെ മക്കളും കൊച്ചുമക്കളും അതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. അവർക്ക് അവരുടേതായ ശരികളുണ്ട്. തലമുറകളായി കാത്തു സൂക്ഷിച്ചതെല്ലാം കൈവിട്ട് പോവുകയാണല്ലോ എന്നൊരു തോന്നൽ. എനിക്കെന്തോ ഒരു സ്വസ്ഥത കിട്ടുന്നില്ല കൊച്ചേ. വേണ്ടാത്തതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട, അതും നല്ലൊരു ദിവസമായിട്ട്. അച്ചായ, ഞാനില്ലേ കൂടെ? കഴിഞ്ഞ 50 വർഷമായി താങ്കും തണലുമായി നീ എന്റെ കൂടെയുണ്ട്. നീ സന്തോഷവതിയല്ലേ കൊച്ചേ? ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്ന അറിവാണ്. ആ അറിവ് തന്നെയാണ് അച്ചായൻ. അതുതന്നെയാണ് എൻ്റെ സുഹൃതവും. നിന്റെ സാന്നിധ്യം തരുന്ന ആശ്വാസമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. കൊച്ചേ, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മക്കളുടെ അടുത്തേക്ക് തിരിച്ചു പോകണം. നമ്മുടെ മക്കളുടെ അടുത്ത് തന്നെയല്ലേ ഇപ്പോൾ ഉള്ളത്. പക്ഷേ നിനക്കും എനിക്കും നമ്മുടെ ആ മണ്ണും ആരോരുമില്ലാത്ത മക്കളെയും വിട്ടിട്ട് മറ്റൊരു ജീവിതമുണ്ടോ? അവരുടെ കൂടെ അല്ലാത്തതിൻ്റെ എന്തോ ഒരു വിഷമം എനിക്കുമുണ്ട്. മക്കളുടെ സന്തോഷം കളയണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞില്ല എന്ന് മാത്രം. ഇപ്പോൾ അവർ വലിയ സന്തോഷത്തിലാണ്. എത്രയോ വർഷങ്ങളായി ഒരുമിച്ച് ആഘോഷിക്കാൻ ഇങ്ങോട്ട് വിളിക്കുന്നത് അല്ലേ? നമ്മളല്ലേ ഇത്രയും കാലം വേണ്ടെന്ന് വച്ചത്. ഇപ്പോൾ അതും സാധിച്ചു. നേരം കുറേയായി അല്ലേ? ഉറക്കം വരുന്നു. Lampada di Audan Knai Toma Bakranglur Kadumaya Badma Wabahaya Natrana Vimshamilinan Lare Dare
ക്നായിത്തൊമ്മൻ? അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത്? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. ക്നായിത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിഖ രക്തം നൽകി, ജീവൻ നൽകി, തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ജോസച്ചോ, ക്നാനായക്കാരുടെ ഈ ദേശീയ മുദ്രാവാക്യം ഇപ്പോഴും ഓർമ്മയുണ്ടോ? ആ തൊമ്മൻ തന്നെയാണ് ഞാൻ. നിങ്ങൾ എന്നെയും നമ്മുടെ പൈതൃകങ്ങളെയും മറക്കുന്നു എന്നൊരു സംശയം. അതുകൊണ്ടാണ് ഞാൻ അച്ഛന് മുമ്പിൽ വന്നത്. അച്ഛൻ ഇന്ന് പറഞ്ഞ വാക്കുകൾ ഞാൻ കേട്ടു. കാലം മാറി എന്നൊക്കെ ഉറക്കെ പറഞ്ഞു. ശരിയാണ്, മാറ്റം വേണം. മാറുന്നതിനൊപ്പം പക്ഷേ നിങ്ങൾ മറന്നതുകൂടെ എന്താണെന്ന് പറയാനാണ് ഞാൻ വന്നത്. എൻ്റെ പിന്മുറക്കാരനായിട്ടും നിങ്ങൾ ചോദിക്കുന്നു, എന്തിന് ഈ നിയമങ്ങൾ, എന്തിന് ഈ കർശനത എന്നൊക്കെ. ഞാൻ പറയാം, ഈ മണ്ണിലെത്തിയപ്പോൾ നമുക്ക് ശക്തിയില്ലായിരുന്നു, അധികാരവും സമ്പത്തുമില്ലായിരുന്നു. ഉണ്ടായിരുന്നത് രക്തബന്ധങ്ങൾ മാത്രം. അതിലാണ് വിശ്വാസവും പാരമ്പര്യവും പിടിച്ചു നിന്നത്. ഞാനിതൊന്നും അങ്ങ് നിയമവിധികൾ പറഞ്ഞു. നിയമം സമൂഹത്തെ നിയന്ത്രിക്കും. പക്ഷേ നിയമം ഒരു സമൂഹത്തെ സൃഷ്ടിക്കില്ല. സമൂഹത്തെ സൃഷ്ടിക്കുന്നത് പാരമ്പര്യമാണ്. അച്ഛൻ്റെ മുന്നിൽ ഇന്നൊരു കുടുംബം തകരുവാൻ നിൽക്കുന്നു. അത് വെറും ഒരു അഭിപ്രായ വ്യത്യാസമല്ല, അത് തലമുറകളുടെ ബന്ധമാണ്. അവിടെ പീറ്ററിനെ നീ നോക്ക്. തൻ്റെ മകനെ നഷ്ടപ്പെടുമോ എന്ന് പേടിയുള്ളവൻ. അവിടെ അവൻ്റെ മകനുണ്ട്. തൻ്റെ ആഗ്രഹവും തൻ്റെ വേരും തമ്മിൽ കുടുങ്ങിയവൻ. നീ ഏതു വശത്താണ് നിൽക്കുന്നതെന്ന് തീരുമാനിക്കുമ്പോൾ നീ ആരുടെ നാളെയാണ് കാക്കുന്നത് എന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞ വേർതിരിവ് ഒരിക്കലും അഹങ്കാരത്തിനായിരുന്നില്ല, മറ്റുള്ളവരെ തള്ളാനുമായിരുന്നില്ല, ലയിച്ച് ഇല്ലാതാകാതിരിക്കാനായിരുന്നു. അച്ചോ, മാറ്റത്തിന് ഞാൻ ഒരിക്കലും എതിരല്ല. മാറ്റം വരട്ടെ, ഭാഷയിൽ, രീതിയിൽ, സമീപനത്തിൽ. പക്ഷേ മാറരുതാത്തതായ കാര്യങ്ങളുമുണ്ട്. വിശ്വാസവും തനിമയും മൂല്യങ്ങളും. ഇത്രയും ഓർമ്മിപ്പിക്കാനാണ് ഞാൻ അച്ഛൻ്റെ മുമ്പിൽ വന്നത്. നാളെ ഉണരുമ്പോൾ അങ്ങൊരു വാദം ജയിക്കണമോ അതല്ല ഒരു സമൂഹം നിലനിർത്തണമോ എന്ന് തീരുമാനിക്കണം. വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് ഉത്തരവാദിത്വത്തോടെ. പക്ഷേ ഒന്നോർക്കുക, ഓരോ തീരുമാനവും ഒരു തലമുറയെ എഴുതുകയാണ്. മക്കളെ, ഞങ്ങൾ ഉടൻ തന്നെ തിരിച്ചു പോവുകയാണ്. ചാച്ചാ, ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്തിട്ടാണെങ്കിൽ ചാച്ചനും അമ്മയും ഇനിയുള്ള കാലം ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. ഇത്രയും കാലം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ, ഇനിയുള്ള കാലം ഞങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടെ? ഞങ്ങളെ പ്രതീക്ഷിക്കുന്ന കുറച്ചു പേര് ആ മണ്ണിലുമുണ്ട്. ആരാണ് ചാച്ചനും അമ്മച്ചിക്കും സ്വന്തം മക്കളെക്കാൾ വിലപ്പെട്ടതായ ആ മണ്ണിലുള്ളത്? കുറച്ച് പട്ടിയും പൂച്ചയല്ലാതെ. ആർക്കും വേണ്ടാത്ത കുറച്ച് തെരുവ് പട്ടികൾക്ക് ഞങ്ങളേ ഉള്ളൂ മോളെ. അതുകൊണ്ട് ഞങ്ങൾക്ക് പോയേ പറ്റൂ. ഇങ്ങോട്ട് ഇനി ഒരു വരവുണ്ടാവില്ല. ഞങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വരാം. അച്ഛാ, എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? ജയ്സ, പാരമ്പര്യങ്ങളും ആചാരങ്ങളും എല്ലാം വലിയൊരു ശരിയാണ്. അത് നമ്മൾ ഒരുമിച്ച് തുടരേണ്ടതാണ്. അതുകൊണ്ട് നിനക്കിഷ്ടപ്പെട്ട ആ പെൺകുട്ടിയുമായി ഞാൻ സംസാരിച്ചു. ദൈവമയമുള്ള കുട്ടിയാണ്. നമ്മുടെ പാരമ്പര്യവും ആചാരങ്ങളും അവളെ ബോധ്യപ്പെടുത്തുവാൻ എനിക്ക് സാധിച്ചു. നമുക്ക് അവൾക്ക് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
അയ്യോ അച്ഛനെന്നാ പറ്റി? ഇത് ഇന്നലെ പറഞ്ഞ പോലെ അല്ലല്ലോ ഇപ്പം പറയണത്. ആലീസേ, ദൈവം നമുക്ക് ചില നിർണായക ഘട്ടങ്ങളിൽ ചില വെളിപാടുകൾ തരും. അത് നമ്മൾ അങ്ങ് ഉൾക്കൊള്ളണം. ജെയ്സ, നിനക്കായി ഇവർ ആലോചിക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കുവാൻ നീ വില്ലിങ് ആണല്ലോ അല്ലേ? നിനക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? അച്ചോ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ആഴത്തിലുള്ള പ്രണയമൊന്നുമില്ലായിരുന്നു. കണ്ടപ്പോൾ പരസ്പരം ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിക്കണമെന്ന് തോന്നി. ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ അനുസരിക്കാം. പ്രത്യേകിച്ചും നിലപാടുകളുടെ കാര്യത്തിൽ അച്ഛൻ തന്നെ എൻ്റെ റോൾ മോഡൽ. എടാ മോനെ, നീ എനിക്കിട്ടൊന്ന് താങ്ങിയതല്ലേടാ. എൻ്റെ കാഴ്ചപ്പാടിലും ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. തിരിച്ചറിഞ്ഞപ്പോൾ അത് ഞാൻ തിരുത്തുകയും ചെയ്തു. ഹലോ, ആ മക്കളെ, ചേട്ടായി നമ്മൾ പറഞ്ഞ ആ കല്യാണത്തിന് സമ്മതിച്ചു. അത് തന്നെ, അതേനെ. ഇനി നിങ്ങൾ ധൈര്യമായിട്ട് ആഘോഷങ്ങൾ തുടങ്ങിക്കോ. സിസ്റ്ററെ, മോളിക്കുട്ടി, ശങ്കരേട്ടാ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോയി എന്ന് കരുതി. നിങ്ങൾ പോയിട്ടും ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എന്നാലും എല്ലാ വർഷവും വെഡിങ് ആനിവേഴ്സറി നിങ്ങളോടൊപ്പമല്ലേ ആഘോഷിക്കാറുള്ളത്? ഇത്തവണ 50 തെറ്റിക്കേണ്ടി വന്നു. എന്നാലും നിങ്ങൾക്കുള്ള സമ്മാനം മറന്നിട്ടില്ല കേട്ടോ. കൊച്ചേ, അതങ്ങ് കൊടുക്ക്. നിങ്ങളുടെ തിരിച്ചുവരവിനായി ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയായിരുന്നു. നിങ്ങളിൽ നിന്ന് എത്ര നാൾ മാറി നിൽക്കാൻ കഴിയും? നിങ്ങളുടെ സ്നേഹവും കരുതലും എങ്ങനെ മറക്കാനാവും? പണ്ട് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട് അനാഥരായി ഞങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഞങ്ങൾക്ക് നിങ്ങളൊക്കെ കൂടപ്പിറപ്പുകളായി നിങ്ങളോടൊപ്പം കണ്ണടയുന്നത് വരെ ജീവിക്കാനാണ്
ഞങ്ങളുടെ ആഗ്രഹം. ആർക്കും വേണ്ടാതിരുന്ന തെരുവിൻ്റെ മക്കൾക്കാണ് ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ നീക്കി വച്ചിട്ടുള്ളത്. ഇതാരെയും അറിയിക്കാനല്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങൾ വീണ്ടും അനാഥരാവരുത്. അപ്പച്ച, അമ്മച്ചി, ഇവരൊരിക്കലും അനാഥരാകില്ല. ഞങ്ങൾ കൂടെ ഉണ്ടാവും. പീറ്ററേ, ആലീസേ, നിങ്ങൾ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഇത് ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളുമാ. മക്കളെ, കല്യാണം കഴിഞ്ഞ ഉടനെ ഞങ്ങളെ കാണാൻ നിങ്ങൾ വന്നല്ലോ. ഉപദേശം ഇഷ്ടമില്ലാത്ത തലമുറയാണ് പുതിയ തലമുറയെന്ന് പലരും പറയും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ശരിയെന്ന് തോന്നുന്ന ഉപദേശങ്ങൾ അവർ സ്വീകരിക്കും. സഹജീവികളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇടപെട്ടതുപോലെ നിങ്ങളുടെ സഹജീവികളുടെ ജീവിതത്തിൽ നിങ്ങളും ഇടപെടണം. ഞങ്ങളുടേതുപോലെ ഭ്രാന്തവും തീവ്രവുമായ ആളിക്കത്തലായി വേണ്ട. നന്മയുടെ കൊച്ചു മെഴുകുതിരിവട്ടമായി നീ ഇടപെടണം. മോനെ ജയ്സ, റോഡിൽ അപകടത്തിൽപ്പെട്ട ഒരാളെ കണ്ടാൽ അന്നത്തെ നിന്റെ തിരക്കെല്ലാം മാറ്റിവെച്ച് അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിയണം. വിശന്ന് തളർന്ന ഒരു വയസ്സനെയോ വയസ്സിയെയോ വഴിയിലിരിക്കുന്നത് കണ്ടാൽ നിന്റെ അപ്പച്ചനും അമ്മച്ചിയുമായി കരുതി അവർക്ക് അല്പം ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ കഴിയണം. അയൽക്കാരുടെ വേദനയിൽ ഒരു കൈത്താങ്ങായി ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് മതി മക്കളെ. ആശ്രയമില്ലാത്ത അനേകർക്ക് നിഴലും നിലാവുമായി മാറാൻ കഴിയണം. അത്രയും മതി മക്കളെ.